ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിലെ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കിയ നവയുഗ ശില്പ സ്വാമി വിവേകാനന്ദൻ വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും വലിയ ശക്തനായ വക്താവും ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ മഠം എന്നിവയുടെ സ്ഥാപകനും സന്യാസിയുമായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ യുവത്വത്തെ തൊട്ടുണർത്താൻ വിവേകാനന്ദ സ്വാമിയുടെ പ്രബോധനങ്ങൾ സഹായകമായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 12-ാം തീയതി നാം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നു. കൊൽക്കത്തയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ വിശ്വനാഥ ദത്തയുടെ ഭുവനേശ്വരി ദേവി മകനായി ജനിച്ചു. വീരേശ്വരൻ എന്നും നരേന്ദ്രൻ എന്നും പേരിലും ചെറുപ്പത്തിൽ അറിയപ്പെട്ടു. 1863 ജനുവരി 12-ാം തീയതിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം. ഹൈസ്കൂൾ പരീക്ഷയിൽ 1-ാം ക്ലാസ്സിൽ ജയിച്ച ഇദ്ദേഹം പിന്നീട് പാശ്ചാത്യ തത്വശാസ്ത്രത്തിലും ലോക ചരിത്രത്തിലും ഉപരിപഠനം നടത്തുകയുണ്ടായി. ഈശ്വരനെ കാണാൻ സാധിക്കുമോ? എങ്ങനെയാണ് സാധിക്കുക? ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന അന്വേഷണമാണ് വിവേകാനന്ദ സ്വാമിയെ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ അടുത്തെത്തിച്ചത്. ശ്രീരാമകൃഷ്ണന്റെ സമ്മതിയെ തുടർന്ന് ആശ്രമത്തിനായി ജീവിക്കാൻ വിവേകാനന്ദ സ്വാമി തീരുമാനിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ഇദ്ദേഹം കേരളത്തിലെത്തുകയുണ്ടായി. കേരളത്തിലെ ജാതീയതയിലും അനാചാരങ്ങളിലും അസ്വസ്ഥനായ ഇദ്ദേഹം കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ചു. കന്യാകുമാരി കടലിൽ കണ്ട ഒരു വലിയ പാറയിലേക്ക് അദ്ദേഹം നീന്തിച്ചെന്ന് മണിക്കൂറുകളോളം ധ്യാനനിരതനായിരുന്നു. ഈ പാറയാണ് വിവേകാനന്ദ പാറ എന്നറിയപ്പെടുന്നത്. അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്നായിരുന്നു. അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത് ഈ പ്രസംഗമായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന്? തന്റെ അമ്മയെ അക്ഷരാർത്ഥത്തിൽ ആരാധിക്കാൻ കഴിയാത്ത ഒരാൾക്കും മഹാനായി തീരാൻ സാധ്യമല്ല എന്നാണ്. ദേശഭക്തനായ ഹിന്ദു സന്യാസിയാണെന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഭാരതമേ ഉണരൂ, ലോകത്തെ പ്രബുദ്ധമാക്കൂ എന്നിദ്ദേഹം ജനങ്ങളോട് ഉദ്ഘോഷിച്ചു. ഒട്ടേറെ പ്രഭാഷണം നടത്തിയ ഇദ്ദേഹം 1902 ജൂലൈ 4-ാം തീയതി സമാധിയായി. വിശ്വമഹാകവി ടാഗോറിന്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട്, ഭാരതത്തെ ഓർത്തുകൊണ്ട്, ലോകത്തെ പ്രബുദ്ധിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.